വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂക്കാട്ടുപടി പെരുമ്പാവൂർ ബസ് റൂട്ടിൽ മലയിടംതുരുത്തിനടുത്തായിട്ട് ബസ് റൂട്ടിൽ നിന്ന് 210 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 3 സെൻറ്റ് 400 ലിങ്സ് സ്ഥലത്ത് 1430 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു 3 BHK വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ബോക്സി എലിവേഷൻ നിർമ്മിച്ചിട്ടുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 മീറ്ററോളമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത ഒരു കോമ്പൗണ്ട് വാളാണ് ഈ വീടിന് ഉള്ളത്. 4.3 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ പാകിയ ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഫസ്റ്റ് കാർ പാർക്കിംഗ് വരുന്നത്. 13.5 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് KW വാട്ടർ കണക്ഷൻ്റെ മീറ്ററും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്കു ഭാഗത്താണുള്ളത്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു തെങ്ങുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് കിണർ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 9.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായി ഉപയോഗിക്കാവുന്നതാണ്. വർക്ക് ഏരിയയ്ക്ക് ശേഷം ഈ ഒരു നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 1.5 അടിയോളമാണ് വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിഡ്ത്ത് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് തിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 12 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലിയൊരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസും ബ്രക്കർ സ്പേസും എല്ലാം ഇതിന് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് വരാം. 13 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്കൊരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ഈ ഒരു പോർഷൻ വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഫിറ്റിംഗ്സ് കൂടി വരാനുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് ക്ലോസ്ഡ് കിച്ചൺ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഇനി വാഷ് കൗണ്ടർ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ഇവിടെ കിച്ചൺ ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 10 അടി നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. മാട്രിനി സ്റ്റൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഫിറ്റിങ്സ്, സിങ്കിൻ്റെ പോർഷനിൽ പൈപ്പും കാര്യങ്ങളുമൊക്കെ വരാനുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 ചെറിയ വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഡോറ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്.
സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12 അടിയിലേറെ നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിൽ വാഷ് കൗണ്ടർ ഉൾപ്പെടെയുള്ള ഫിറ്റിംഗ്സ് ഇനി വരാനുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡ് ഡിസൈനുള്ള മാറ്റ് ഫിനിഷ് ടൈലുകൾ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് ഇനി വരാനുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ ആ ഒരു വാളിലായി ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഇവിടെയായിട്ട് മുകളിലേക്കുള്ള സ്റ്റെയറിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു പാസേജിന് 2.7 മീറ്ററാണ് വിഡ്ത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ചെറിയൊരു ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത്. 12 അടിയിലേറെ നീളവും 12 അടിയോളം തന്നെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിൽ ഉള്ളത്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിന് പോളി ക്യാബിൻ്റെ വയേഴ്സും വിനയുടെ സ്വിച്ചസുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഉൾപ്പെടെയുള്ള ഫിറ്റിംഗ്സ് ഇനി വരാനുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും നോർത്തിലേക്കും 3 ഡോർ വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു കോർണറിലായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഉൾപ്പെടെയുള്ള ഫിറ്റിംഗ്സ് ഈ ഒരു ബാത്റൂമിനും ഇനി വരാനുണ്ട്. മാറ്റ് ഫിനിഷ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെയുള്ളത്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം. 8.5 അടിയോളം നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളൊക്കെ നൽകി മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു വോളും ടെക്സ്ചർ വർക്ക് നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 210 മീറ്റർ, പൂക്കാട്ടുപടിയിലേക്ക് 3 കിലോമീറ്റർ, കാക്കനാടേക്ക് 14 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 12 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 10 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 9.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 14 കിലോമീറ്റർ, കലൂരേക്ക് 20 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4.5 കിലോമീറ്റർ, ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2.8 കിലോമീറ്റർ. 3 സെന്റ് 400 ലിങ്സ് സ്ഥലത്ത് 1430 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 48 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.